വചനമാണ്. നാം അവരോട് കൽപ്പിച്ചിട്ടില്ല എങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ, എങ്ങനെയായിക്കൊണ്ട് മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അള്ളാഹുവിനാക്കിക്കൊണ്ട് കാപട്യമില്ലാതെ നിഷ്കളങ്കമായി പടച്ചതമ്പുരാനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്കിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. സൂറത്ത് അദ്ദാരിയാത്ത് 51-ാം അധ്യായം 56-57 വചനങ്ങളാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്തിനു വേണ്ടിയല്ലാതെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അപ്പൊ ഈ ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാക്കി തീർക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളെ കാതലായി ചിന്തിക്കേണ്ട കാര്യം. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, ഖുർആനിലെ 17-ാം അധ്യായം 23-ാമത്തെ വചനമാണ്. അള്ളാഹു വിധിച്ചിരിക്കുന്നു അള്ളാഹുവിനെയല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന്. അപ്പൊ ഇവിടെ വളരെ വലിയ കാര്യമായി അള്ളാഹു തൗഹീദിനെ എടുത്തു കാണിക്കുകയും വമ്പിച്ച അപകടമായി അള്ളാഹു ശിർക്കിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. അതൊരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ജാഗ്രത പുലർത്തേണ്ട ഒരു മേഖല ശിർക്ക് കടന്നുവരുന്ന വഴികളെക്കുറിച്ചാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ മറ്റ് തിന്മകൾ ചെയ്യുന്നത് പോലെയല്ല ശിർക്ക് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാകും. ഇസ്ലാമിക പ്രബോധക സംഘങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ഏറ്റവും കാതലായി കാണുന്ന ഒരു കാര്യം മനുഷ്യ സമൂഹത്തിൽ നിന്ന് ശിർക്കില്ലായ്മ ചെയ്യുകയും തൗഹീദ് അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈമാൻ ഹൃദയത്തിൽ കടന്നു ചെല്ലേണ്ട കാര്യമാണ്, നാവിന്റെ മുകളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ചെല്ലാൻ ഹൃദയ സാന്നിധ്യം ആവശ്യമില്ല, നാവുണ്ടായാൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് രൂഢമൂലമായി എന്ന് നമ്മൾ ആരും കരുതരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ ഉച്ചത്തിൽ ചെല്ലുന്ന ലക്ഷോപലക്ഷം ആളുകളാണ് ഷിയാക്കൾ. പക്ഷേ പക്ക ഖബറാരാധകരാണ്, മുശ്രിക്കുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയാന്തരാളങ്ങളിൽ തട്ടി ചെല്ലുന്നവരാണ് കേരളത്തിലെ സമസ്തക്കാരെന്ന് പറയുന്ന വിഭാഗം. പക്ഷേ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരുമാണവർ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നാവ് കൊണ്ട് ചെല്ലാൻ എളുപ്പമുള്ളതും ഹൃദയാന്തരാളങ്ങളിൽ രൂഢമൂലമാകാത്തതുമായ ഒരു കാര്യമായി ഇന്നത്തെ സമൂഹത്തിന് മാറി. ഏറ്റവും രസകരമായ ഒരു സംഗതി, മക്ക കാലഘട്ടത്തിൽ മുശ്രിക്കുകൾക്ക് കുറെ കൂടെ ഒരു അന്തസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്താണ് ആ അന്തസ്സിന് കാരണം? മുശ്രിക്കുകളാണ്, എന്നാൽ ഇന്നത്തെ മുശ്രിക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അന്തസ്സുണ്ടായിരുന്നു അവർ. അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയ പിന്നെ ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് പിന്നെ പറയാൻ പാടില്ല. അതവർക്ക് നന്നായി അറിയാമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയാൽ പിന്നെ ഏതെങ്കിലും ഒരു മഹാനെ വിളിച്ചു പ്രാർത്ഥിക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയ ഒരു മനുഷ്യന് പാടില്ല എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ചെല്ലുകയാണെങ്കിൽ അന്തസ്സായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുകയും പിന്നെ അമ്പിയാക്കളോടുള്ള പ്രാർത്ഥന, ഔലിയാക്കളോടുള്ള പ്രാർത്ഥന, ഖബറാളികളോടുള്ള പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ പറയാൻ പാടില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനെതിരാണ് എന്ന് അബൂജഹൽ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അത് ചെല്ലുകയാണെങ്കിൽ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അള്ളാഹുവിനോട് മാത്രമായി പ്രാർത്ഥിക്കണം. അപ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാവും. ഇത് അബൂജഹൽ മനസ്സിലാക്കി. എന്നാൽ ആധുനിക മുസ്ലിം സമൂഹത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഏത് ഇലാഹിനെയും വിളിച്ചാരാധിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന തലതിരിഞ്ഞ അബൂജഹലിന് പോലും നേർരേഖയിൽ മനസ്സിലായ ഒരു ഇൽമ് ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് മനസ്സിലായില്ല. കാതലായ ഒരു വിഷയമാണ്.
എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാലത്തിൽ അഅറാബു ആമന്ന കുല്ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും. അഅറാബികളായ ആളുകൾ വന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങൾ മുഅ്മിനുകളായിട്ടുണ്ട്. കാലത്തിൽ അഅറാബു ആമന്ന, ഞങ്ങൾ വിശ്വാസികളായി എന്ന് അഅറാബികൾ പറയുന്നു പ്രവാചക. പക്ഷേ വലാകിൻ ഖൂലു അസ്ലംന, വിശ്വാസികളായി എന്നവർ പറയരുത്, മുസ്ലിമീങ്ങളായി എന്ന് വേണമെങ്കിൽ അവർ പറഞ്ഞോട്ടെ. കാരണം വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും, അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ ഈമാൻ കടന്നു ചെന്നിട്ടില്ല എന്ന് അല്ലാഹു പറയും. അപ്പം മുസ്ലിമായ ഈമാൻ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കണ്ട. മുസ്ലിമാണ് എന്ന് വേണമെങ്കിൽ അവർ പറഞ്ഞോട്ടെ, അല്ലാഹു അത് വിയോജിച്ചില്ല. മുസ്ലിമാണ് എന്നും അവർ പറയരുത് എന്നുള്ള പറഞ്ഞില്ല. അതാണ് നമ്മൾ അല്ലാഹു എന്ത് പറഞ്ഞു, അല്ലാഹു എന്ത് പറഞ്ഞില്ല. ഒരേ ആയത്തിൽ, ഒരൊറ്റ ആയത്തിൽ മുസ്ലിമാണ് എന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ കൂട്ടത്തിലൊക്കെ പെട്ട ആളുകളെ പോലെ ഞങ്ങളും മുസ്ലിങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞോളി, മുഅ്മിനുകളാണ് എന്ന് പറയരുത്. മുഅ്മിനാകണമെങ്കിൽ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും, ഈമാൻ അത് ഹൃദയത്തിലൂടെ മൂലമാണ്ടേണ്ടതാണ്. നാവിലല്ല, പ്രസംഗത്തിലല്ല, എഴുത്തിലല്ല, മറിച്ച് നാവിൽ നിന്ന് ഹൃദയാന്തരാളങ്ങളിലേക്ക് ഇറങ്ങേണ്ടതാണ് ഈമാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് ഖുർആനിലെ 49-ാം അധ്യായം സൂറത്ത് ഹുജറാത്ത് 14-ാമത്തെ വചനമാണ്. ഈ വചനങ്ങളിലെല്ലാം ഈമാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈമാനിൽ ദുൽമ് കലരാതെ സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നു. ഈമാനിൽ ദുൽമ് കലരുക അത് വല്ലാത്തൊരു പ്രയോഗമാണ്. ഈമാൻ അത് ഒരു പാൽപായസം പോലെ, ആ പാൽപായസത്തിൽ ഒരു തുള്ളി വിഷം ചേർന്നാൽ എങ്ങനെ ആ പായസം ടോട്ടലി ഉപേക്ഷിക്കേണ്ടതാകുന്നു. ഒരു പായസത്തിൽ മണ്ണെണ്ണ ഒഴിച്ചു പോയാൽ ആ പായസം ടോട്ടലി ഉപേക്ഷിക്കേണ്ടതാണ്. പിന്നെ അതിൽ അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്, സക്കാത്തുണ്ട്, നിസ്കാരമുണ്ട്, ഹജ്ജുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല. ശിർക്ക് കലർന്നാൽ അതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിൽഉൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ഖുർആനിലെ 6-ാം അധ്യായം സൂറത്ത് അൻആം 82-ാമത്തെ വചനമാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിൽഉൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അർത്ഥം ഇങ്ങനെയാണ്: വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ദുൽമ് കലർത്താതിരിക്കുകയും ചെയ്തവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് ഹിദായത്ത് ലഭിച്ചവർ. അപ്പൊ വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ചു കഴിഞ്ഞാൽ ദുൽമ് കലരാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഇവിടുത്തെ ദുൽമ്? സഹാബികൾ മുഴുവനും ഭയപ്പെട്ടു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മഹാനായ ഒരു സഹാബിയൻ. അദ്ദേഹം ഉടനെ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ദുൽമ് ചെയ്യാത്ത, വല്ല അക്രമവും ചെയ്യാത്ത ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഇവിടെ ദുൽമ് എന്നതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത്, ഈ ആയത്തിൽ ദുൽമ് എന്നതുകൊണ്ട് പടച്ച തമ്പുരാൻ ഉദ്ദേശിക്കുന്നത് 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 13-ാമത്തെ വചനത്തിൽ പറഞ്ഞ ദുൽമാകുന്നു. ഏതാണ് ആ ദുൽമ്? ഇന്ന ശിർക ലദുൽമുൻ അളീം. ശിർക്കാകുന്ന വമ്പിച്ച പാപമാകുന്നു. അപ്പൊ വിശ്വസിക്കണം, വിശ്വാസത്തിൽ പിന്നീട് ദുൽമ് കലർത്താതിരിക്കണം. എന്നാൽ അത്ഭുതകരമായ മറ്റൊരായത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എല്ലാം ഖുർആനാ പറയും, എന്റെ വക ഒന്നും പറയില്ല. ആയത്ത് പറയാ, അർത്ഥം പറയാ, ആയത്ത് പറയാ, അർത്ഥം പറയാ. ഇത് മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിൽ വളരെ കണിശമായി പഠിപ്പിക്കപ്പെടുന്ന മറ്റൊരു സൂക്തം നമ്മുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഈമാനിൽ ദുൽമ കലരാതെ
കാത്തു സൂക്ഷിക്കണമെന്ന പടച്ചതമ്പുരാൻ നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യം. എന്നാൽ ഭൂരിപക്ഷം ആളുകളുടെ അവസ്ഥയെപ്പറ്റി അള്ളാഹു പറയുന്നിടത്ത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, മനുഷ്യരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്തുകൊണ്ടാണ്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഇത് മുസ്ലിം സമുദായം ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ശിർക്ക് മുസ്ലിം സമൂഹത്തിൽ മുഹാലാണ്, അസംഭവ്യമാണ് എന്ന് സമസ്തയിലെ ചിലരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു പറയുന്നത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അള്ളാഹുവിൽ മഹാഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നു, പക്ഷേ ആ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ ശിർക്ക് കലർന്ന വിശ്വാസികളാണ് മനുഷ്യരിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഭൂരിപക്ഷം ആളുകളും എന്ന് അള്ളാഹു തീർത്തു പറയും. ഇത് വിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ വചനമാണ്. അപ്പൊ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മനുഷ്യരുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടുള്ള വിശ്വാസമാണ്. ഇത് അള്ളാഹു പറയുന്നതാണ്. ഭൂരിപക്ഷത്തെ മുശ്രിക്കാക്കി മുജാഹിദുകൾ എന്നാണ് പറയാറുള്ളത്. ഭൂരിപക്ഷ സമൂഹത്തെ മുശ്രിക്കാക്കി മുജാഹിദുകൾ എന്നാ പറയാം. അള്ളയാണ് പറയുന്നത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, മനുഷ്യരിൽ അധിക ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. എങ്ങനെയായിക്കൊണ്ടല്ലാതെ ഇല്ലാ വഹും മുശ്രികൂൻ. അപ്പൊ മനുഷ്യ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകൾ മുശ്രിക്കുകളാകുന്നു എന്ന് അള്ളാഹുവാണ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, മനുഷ്യരിൽ മഹാഭൂരിപക്ഷം ആളുകളും മനസ്സിലാക്കുകയില്ല. 30-ാം അധ്യായം 30-ാമത്തെ വചനം സൂറത്തുർ റൂം. വളരെ വ്യക്തമായ ഒരു ആശയപ്രപഞ്ചം, ഒരാദർശ പ്രപഞ്ചം നിങ്ങളുടെ മുമ്പിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. ഒന്ന്, ശിർക്ക് ഏറ്റവും വലിയ തിന്മയാണെന്ന ബോധ്യം ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു. ശിർക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പാപം ഒരിക്കലും അള്ളാഹു പുറത്തു തരികയില്ല എന്നും നമ്മൾ മനസ്സിലാക്കി. ശിർക്ക് ചെയ്താൽ സ്വർഗം നിഷിദ്ധമാണ് എന്ന മൂന്നാമത്തെ പ്രധാനമായ കാര്യം നമ്മൾ മനസ്സിലാക്കി. നാലാമത്തെ കാര്യമാവട്ടെ, ശിർക്ക് ചെയ്താൽ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുമെന്ന യാഥാർത്ഥ്യത്തെയും നാം ഇവിടെ ഉൾക്കൊണ്ടു. അള്ളാഹുവിൽ ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നില്ല, അവനിൽ ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് മുശ്രിക്കാകാൻ കഴിയില്ല എന്നുള്ള പോയിന്റാണ്. അയാൾ മുശ്രിക്കാണ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, അയാൾ ഒരു ഈശ്വര വിശ്വാസിയാണ്. ദൈവവിശ്വാസിക്കല്ലാതെ മുശ്രിക്കാകാൻ കഴിയില്ല. എല്ലാ മുശ്രിക്കും കാഫിറാണ്, എല്ലാ കാഫിറും മുശ്രിക്കല്ല. എല്ലാ മുശ്രിക്കും കാഫിറാണ്, എല്ലാ കാഫിറും മുശ്രിക്കല്ല. ഒരു നിരീശ്വരവാദി മുശ്രിക്കല്ല, അതുകൊണ്ട് തന്നെ മുശ്രിക്കിന്റെ ശിക്ഷ നിരീശ്വരവാദിക്കില്ല. മനസ്സിലാക്കണം. നമുക്ക് സാധാരണ ഒരു അള്ളാനെ അംഗീകരിച്ചിട്ട് നിഷേധിക്കുന്നതാണ് ഏറ്റവും വലിയ കുഫർ. ശരിക്ക് കുഫർ എന്ന് പറഞ്ഞാൽ എന്താ? സത്യം അറിഞ്ഞിട്ട് നിഷേധിക്കുന്നതിനാണ് കുഫർ. അതറിയാത്തവനോ ഭയങ്കരമായി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. അയാൾ കാഫിറാണെന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? അയാൾ ഒറിജിനൽ കാഫിറാണെന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? അയാൾ ഇൽമുണ്ടായിട്ട് നിഷേധിച്ച ആളാണെന്നാ, അറിഞ്ഞിട്ട് നിഷേധിച്ച ആളാണ്. അള്ളാഹ് ഉണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് അവനിൽ പങ്കുചേർക്കുന്ന മുശ്രിക്കാണ് കാഫിറിനേക്കാൾ ഇസ്ലാമിൽ അപകടം. അതുകൊണ്ട് തന്നെ എല്ലാ മുശ്രിക്കും, മുശ്രിക്കെന്ത് ഒരു നിരീശ്വരവാദി എന്താ? ദൈവത്തിന്റെ അസ്തിത്വം തന്നെ നിഷേധിച്ചു, അവൻ ആരെയും ആരാധിക്കുന്നില്ല. പക്ഷെ ഇവിടെ മുശ്രിക്കായവനോ
അള്ളാഹിനെ അംഗീകരിച്ചുകൊണ്ട് അവൻ അള്ളാഹുവിൽ പങ്കു ചേർക്കുക